ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പേരിൽ ആരംഭിച്ച ഈ ജലമേളയ്ക്ക് ഇന്ന് പ്രായം 72 എന്നാൽ ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ പിറവികൾക്ക് പിന്നിൽ ഒരു യുദ്ധത്തിന്റെയും തടവറകളുടെയും അതിനെല്ലാം ഉപരിയായി ഒരു തച്ചന്റെ കരവിരുതിന്റെയും കൗശലത്തിന്റെയും ചരിത്രം കൂടിയുണ്ട്. ഇന്ന് പലരും വിസ്മരിക്കുന്ന ആലപ്പുഴ കൊടുന്നപ്പുഴയിലെ വെങ്കിട്ടയിൽ നാരായണൻ ആചാരി എന്ന ദേവനാരായണൻ ആചാരിയുടെ കഥ. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലം, കായംകുളം ചെമ്പകശ്ശേരി നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. ചെമ്പകശ്ശേരി രാജാവിൻ്റെ വിജയത്തിനാധാരമായത് ജലവാഹനം പണിതു നൽകിയ തച്ചൻ്റെ കരവിരുത്. 100ഓളം പടയാളികൾക്ക് കയറാനാകാമായിരുന്ന ആ ജലവാഹനമാണ് പിൽക്കാലത്ത് നാം ഇന്ന് കാണുന്ന ചുണ്ടൻ വള്ളമായി പരിണമിച്ചത്. ചെമ്പകശ്ശേരിയുടെ പടക്കപ്പൽ ആശാരിയുടെ നാടായ കൊടുപ്പുന്നക്കാർക്ക് രാജാവ് ഉപഹാരമായി നൽകി. വെങ്കിട്ട നാരായണനാശാരി ഈ പടക്കപ്പലിൻ്റെ രൂപവും ഭാവവും മാറ്റിയതോടെ അങ്ങനെ ആദ്യത്തെ ചുണ്ടൻ വള്ളവും പിറന്നു. പടക്കപ്പൽ വേണം, അത് ഡിസൈൻ ചെയ്യാനായിട്ട് അമ്പലപ്പുഴയുടെ രാജാവിൻ്റെ പരിധിയുള്ള കുറേയേറെ വിശ്വർണ്ണ ആൾക്കാരെ വിളിച്ചിരുന്നു. അതിൽ ഈ ദേവനാരായൺ എന്ന് പറയുന്ന ഇവിടുത്തെ ആളാണ് ഡിസൈൻ ചെയ്തത്. ഡിസൈൻ ചെയ്യുന്നതിനകത്ത് പ്രധാന പടക്കപ്പലിനകത്ത് പീരങ്കി വിറ്റിയാണ് സംവിധാനം. പീരങ്കി ഉണ്ടെങ്കിൽ വെടിവെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ പീരങ്കി ഉപയോഗിച്ച് ചെയ്തതാണ് ഈ ഇപ്പോഴത്തെ കാണുന്ന ചുണ്ടൻ വള്ളം എന്ന് പറയുന്ന പടക്കപ്പൽ. അതിനുശേഷം രാജാവ് ജയിച്ചപ്പോഴത്തേക്ക് മറ്റൊരു സെയിം പടക്കപ്പൽ വേണമെന്ന് കായംകുളം രാജാവിന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമല്ലല്ലോ, അതൊന്ന് ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് കായംകുളത്ത് കൊണ്ടുപോയിട്ട് ഇതേ രീതിയിലാണ് പണിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അതേ രീതിയിൽ എല്ലാ ടെംപ്ലേറ്റ് മട്ടം വ്യത്യാസം ആരും പറയേണ്ട ആവശ്യമില്ല. വന്നപ്പോഴത്തേക്ക് യുദ്ധം വീണ്ടും 1602 തുടങ്ങിയപ്പോഴത്തേക്ക് ഈ അമ്പലപ്പുഴ രാജാവിൻ്റെ പീരങ്കി പൊട്ടുമ്പോഴത്തേക്ക് ജമ്പ് ചെയ്യും. അതേസമയം കായംകുളം രാജാവിൻ്റെ പീരങ്കി വെക്കുമ്പോഴത്തേക്ക് റിവേഴ്സ് പുറകോട്ട് വരില്ല. അങ്ങനെ വീണ്ടും പരാജയം ഉണ്ടായി. അന്ന് രാജാവ് കൊടുത്ത സമ്മാനമാണ് ദേവനാരായൺ രാജാവായിരുന്നു. ആ ദേവനാരായണൻ്റെ പേരാണ് ദേവനാരായണൻ്റെ പേര് കൊടുത്തു. ഇതുകൂടാതെ അന്ന് ഒരു വീരശൃംഖല കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവനാരായണൻ എന്ന പേര് നൽകി രാജാവ് തച്ചനെ ആദരിച്ചു. പിന്നീട് ദേവനാരായണൻ ആചാര്യയുടെ പിന്മുറക്കാരനായ കോഴിമുക്ക് നാരായണനാചാരിയാണ് പേര് കേട്ട പല ചുണ്ടൻ വള്ളങ്ങൾക്കും ജന്മം നൽകിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സാബു ആചാരിയാണ് നാം കാണുന്ന പല ചുണ്ടൻ വള്ളങ്ങളുടെയും ശില്പി. എന്നാൽ കാലക്രമേണ വള്ളംകളിയുടെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ വന്നതോടൊപ്പം ഈ ചരിത്രവും പലരും മറന്നു. ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഉടുപ്പിനയിൽ നിന്ന് നാരായണാചാരി വെങ്കട നാരായണാചാരിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പൊതുവെ അത്ര പരിജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ഇതേ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ പ്രസക്തിയും പഴയ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ പ്രസക്തിയും പറഞ്ഞ് ഇതിനെ ഒരു പരിപോഷിച്ചെടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ചുണ്ടൻ വള്ളം എന്ന ആശയത്തിലേക്ക് ഉളിയെടുത്ത തച്ചനെ ആരും അന്വേഷിച്ചതേയില്ല. അദ്ദേഹം ആരാധിച്ചു പോന്നിരുന്ന കുടുംബവക ക്ഷേത്രവും ആ ചരിത്രഭൂമിയും ഇന്ന് അവഗണനയുടെ വക്കിലാണ്. അർഹമായ ആദരവ് നൽകി ദേവനാരായണാചാരി നൽകിയ സംഭാവനകളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാവണം. അതാണ് ഇന്ന് ആ നാടിൻ്റെ ആകെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.